ഹലോ ഗായ്സ്, ചില മൂവീസിലൊക്കെ നിങ്ങൾ ഈ ഒരു സീന് കണ്ടിട്ടുണ്ടാവില്ലേ? അതെ, ദുബായിലെ ഫിഷ് മാർക്കറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പോയപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. പല വെറൈറ്റീസ് ഓഫ് മീനുകളാട്ടോ അവിടെ ഉള്ളത്. ഞാൻ ഇന്നേ വരെ കാണാത്തയും കേൾക്കാത്തയൊക്കെ മീനുകൾ അവിടെ ഉണ്ട്. എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് ഫിഷ് വാങ്ങാൻ ഇവിടെ വരാറുണ്ട്. അപ്പോൾ നീരാളിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. നീരാളി, ചെമ്മീൻ്റെ പല സൈസിലാട്ടോ. പിന്നെ ഒരുപാട് പേരറിയാത്ത മീനുകളും ഉണ്ട് അവിടെ, അതും വലിയ വലിയ സൈസിൽ. ഇതിപ്പോൾ കുറേ കക്ക, ഓയിസ്റ്റർ, ഇതിനൊക്കെ പല വെറൈറ്റീസാണ് നിങ്ങൾ ഈ കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ കഴിക്കാത്ത കുറേ മീനുകളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത പലതരം മീനുകളുണ്ട്. ഓയിസ്റ്റർ പച്ചയ്ക്ക് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഇത് കഴിച്ചു വെക്കാൻ പോവാണ് കേട്ടോ. ഓയിസ്റ്ററിൽ നാരങ്ങൊക്കെ പിഴിഞ്ഞ് അവിടെ കൊടുക്കുന്നുണ്ട്. ഒന്നിന് ഇത്ര 5 ദിർഹംസോ 7 ദിർഹംസോ എന്താണ് ഒറ്റ ഓയിസ്റ്ററിന് വരുന്നത്. അത് കഴിച്ചു വെക്കാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ മുട്ടേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണെന്നാണ് പറയണത്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ സാധനമൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ലൈവ് ലോബ്സ്റ്റേഴ്സ് ആട്ടോ, അതായത് ജീവനുള്ള ലോബ്സ്റ്റേഴ്സ്. ജീവനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാം കേട്ടോ. ലോബ്സ്റ്റേഴ്സിൻ്റെ പല തരത്തിലുണ്ട് കേട്ടോ. അതായത് പല കളർ വേരിയേഷന്, പിന്നെ വലുത്, ചെറുത്, അങ്ങനെയൊക്കെ കിട്ടും. എനിക്ക് ഈ ലോബ്സ്റ്ററിൻ്റെ മീറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ക്രാബ് ഉണ്ട്. വലിയ ക്രാബുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മൽമീൻ പറഞ്ഞ സാധനമുണ്ട്. ഞങ്ങളൊക്കെ പണ്ട് വളർത്തിയിരുന്നു. ആ ഒരു സാധനമാണിത്. പിന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും മീൻ ഇഷ്ടമാണ്, അതൊന്ന് ഗ്രില്ല് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ അവിടെ നിന്ന് മേടിക്കാം. ഏത് സൈസ് വേണമെങ്കിലും മേടിച്ചിട്ട് അപ്പുറത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അവർ നമുക്കത് ഗ്രില്ല് ചെയ്ത് തരും. നമ്മൾ മേടിച്ച മീൻ നമുക്ക് അവർ ഗ്രില്ല് ചെയ്ത് തരും. പിന്നെ ആമയുണ്ട്. ആമയൊക്കെ നമുക്ക് ഒന്നും ജീവനില്ലാന്ന്. ഇതൊരു വെറൈറ്റി ആമയാണ്. ഈ ആമനെ ആദ്യമായിട്ടോ കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു ലേറ്റർ.